കേരള രാഷ്ട്രീയത്തിലെ ലൈംഗിക അപവാദങ്ങളുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ പി.ടി. ചാക്കോ അല്ലാതെ ലൈംഗിക ആരോപണത്തിന്റെ പേരിൽ ആർക്കും ഒരു ചുക്കും തന്നെ സംഭവിച്ചിട്ടില്ല. സ്ത്രീകളോടുള്ള പെരുമാറ്റ ദൂഷ്യത്തിന്റെ പേരിലോ സ്ത്രീകളോടുള്ള മോശമായ പെരുമാറ്റത്തിന്റെ പേരിലോ രാജിവെക്കേണ്ടി വന്നത് 5 മന്ത്രിമാർക്കാണ്. പി.ടി. ചാക്കോ, നീലലോഹിതദാസൻ നാടാർ, കുഞ്ഞാലിക്കുട്ടി, കെ.ബി. ഗണേഷ് കുമാർ, എ.കെ. ശശീന്ദ്രൻ എന്നിവരാണവർ. ഇതിൽ ചാക്കോ ഒഴിച്ചുള്ളവരെല്ലാവരും തിരിച്ചു വന്നതാണ് ചരിത്രം. ഐക്യ കേരള ചരിത്രത്തിന്റെ ഒരു അതികായൻ തന്നെയായിരുന്നു പി.ടി. ചാക്കോ. ആദ്യമായി ലൈംഗിക ആരോപണ വിധേയനായ രാഷ്ട്രീയക്കാരൻ പി.ടി. ചാക്കോയാണ്. വിമോചന സമരത്തിലൂടെ പ്രസിദ്ധനായ അദ്ദേഹം പട്ടം താണുമുള്ള മന്ത്രിസഭയിലെ മന്ത്രിയുമായിരുന്നു. അദ്ദേഹം ആയിരങ്ങളെ ഇളക്കി മറിക്കാൻ കഴിവുള്ള ഒരു പ്രാസംഗികൻ കൂടെയായിരുന്നു പി.ടി. ചാക്കോ. കേരള രാഷ്ട്രീയം തന്നെ തിരുത്തിക്കുറിച്ച ഒരു വിവാദമായിരുന്നു പി.ടി. ചാക്കോയ്ക്ക് മേൽ വന്ന ലൈംഗിക ആരോപണം. ചാക്കോ സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടപ്പോൾ അതിലൊരു സ്ത്രീ ഉണ്ടായിരുന്നത്രേ. കൂടെ നിന്നവർ തന്നെ ചാക്കോയെ തിരിഞ്ഞുകൊത്തി. ഇതേ തുടർന്ന് ചാക്കോയുടെ രാഷ്ട്രീയ ഭാവി വഴിമാറി. 1960-ൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. ഇത് ഐക്യ കേരളത്തിലെ കോൺഗ്രസിന്റെ തലവരെയും മാറ്റി എഴുതി. മന്ത്രിസ്ഥാനം രാജിവെച്ച അദ്ദേഹം അഭിഭാഷകവൃത്തിയുമായി മുന്നോട്ടുപോയി. അതിനുശേഷം പലതവണ മത്സരിക്കാൻ ശ്രമിച്ചുവെങ്കിലും ദയനീയമായി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. 1964 കോഴിക്കോട് വെച്ച് ഹൃദയാഘാതത്തിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ 37 പേര് ചേർന്ന് 67 തവണ പീഡിപ്പിക്കുകയും അതിൽ 50 തവണ കൂട്ട ബലാത്സംഗത്തിന് ഇരയാകുകയും ചെയ്തു. പീഡനത്തെക്കുറിച്ചുള്ള സൂര്യനെല്ലി പെൺകുട്ടിയുടെ വിവരണം 500-ലേറെ താളുകളുണ്ടായിരുന്നു. അത് വായിച്ചാൽ മനസാക്ഷിയുള്ളവരുടെ തല കറങ്ങിപ്പോകും. പി.ടി. ചാക്കോയ്ക്ക് ശേഷം കേരള രാഷ്ട്രീയത്തിൽ ലൈംഗിക അപവാദ കേസുകളിൽ കുരുങ്ങുന്നത് 1996-ലാണ് സൂര്യനെല്ലി കേസ്. അതിൽ നിരവധി രാഷ്ട്രീയക്കാർ ഉൾപ്പെട്ടു. കോൺഗ്രസ് നേതാവ് പി.ജെ. കുര്യന്റെ നേരെയും വിരലുകൾ ചൂണ്ടി. പീഡന വാർത്തകളിൽ ആദ്യകാലങ്ങളിലൊന്നും അദ്ദേഹത്തിന്റെ പേർ പുറത്തു വരാതിരിക്കുകയും ദൈവത്തിന്റെ കരങ്ങൾ അദ്ദേഹത്തിന് നേരെ വിരൽ ചൂണ്ടുകയുമാണ് ഇവിടെ നടന്നത്. അങ്ങനെ കുര്യന്റെ പേരും ഈ ചിത്രത്തിലേക്ക് വന്നു. അന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രിയായതിനാൽ ഇത് വലിയ വിവാദവുമായി. സൂര്യനെല്ലി കേസിൽ കുര്യനെതിരായ ആരോപണം പിൻവലിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ പെൺകുട്ടിയെ നിർബന്ധിച്ചതായി പെൺകുട്ടി കോടതിയെ അറിയിച്ചു. സൂര്യനെല്ലി കേസ് ഉയർന്നു നിൽക്കുമ്പോൾ തന്നെയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ഐസ്ക്രീം കേസും പൊന്തി വന്നത്. 1997-ലാണ് കോഴിക്കോട്ടെ ഒരു ഐസ്ക്രീം പാർലർ കേന്ദ്രീകരിച്ച് പെൺവാണിഭം നടക്കുന്നതായുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. അന്ന് നയനാരായിരുന്നു കേരള മുഖ്യമന്ത്രി. അന്ന് അന്വേഷണം ശരിയായ രീതിയിൽ നടന്നിരുന്നില്ല. രണ്ടാമത് മറ്റൊരു പെൺകുട്ടി ഇതേ ആരോപണവുമായി ന്യൂസ് ചാനലുകൾ കയറിയിറങ്ങുന്ന കാഴ്ചയാണ് കേരള ജനതയ്ക്ക് കാണേണ്ടി വന്നത്. അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ പെൺകുട്ടി തന്റെ മൊഴി മാറ്റി പറയുകയാണ് ഉണ്ടായത്. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ ക്യാമ്പയിനിങ് ഇങ്ങനെയായിരുന്നു: തങ്ങൾക്ക് അധികാരം കിട്ടിയാൽ കോൺഗ്രസിലെ പീഡകരെ കയ്യാമം വെച്ച് റോഡിലൂടെ നടത്തിക്കുമെന്നായിരുന്നു. ശക്തമായ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ കുഞ്ഞാലിക്കുട്ടിക്ക് രാജിവെക്കേണ്ടി വന്നു. എന്നിരുന്നാലും അദ്ദേഹം ശക്തമായി തന്നെ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. കേരള രാഷ്ട്രീയത്തിലെ ലൈംഗിക അപവാദങ്ങൾ പിന്നെയും തുടർന്നു. 1996-ലെ ഇ.കെ. നയനാർ മന്ത്രിസഭയിലെ ഗതാഗത മന്ത്രിയായിരുന്ന നീലലോഹിതദാസൻ നാടാർക്ക് മന്ത്രിസ്ഥാനം നഷ്ടമായതും അതുപോലൊരു ലൈംഗിക ആരോപണത്തിൽ നിന്നാണ്. IAS ഉദ്യോഗസ്ഥയായ നളിനി നെറ്റിയുടെ പരാതിയിൽ നിന്നാണ് മന്ത്രിസ്ഥാനം തെറിച്ചത്. പിന്നീട് 2008-ൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണേണ്ടി വന്നത്. 2006-ലാണ് അച്യുതാനന്ദൻ മന്ത്രിസഭയിലെ പി.ജെ. ജോസഫ് ചെന്നൈയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന വിമാനത്തിൽ വെച്ച് സഹയാത്രികയോട് അപമര്യാദയായി പെരുമാറിയത് അടുത്തൊരു വിവാദത്തിന് തിരികൊളുത്തി. ആകാശപീഡനം എന്ന ലേബലിൽ മാധ്യമങ്ങൾ ഈ വിഷയത്തെ കൊഴുപ്പിച്ചു. പ്രക്ഷോഭം ശക്തമായതോടെ പി.ജെ. ജോസഫ് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു. ഇതിനും തെളിവുകളില്ലാത്തതിനാൽ പിന്നീട് കോടതി പി.ജെ. ജോസഫിനെ കുറ്റവിമുക്തനാക്കുകയായിരുന്നു. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വരുന്ന ആദ്യത്തെ രാഷ്ട്രീയ ലൈംഗിക ആരോപണ കേസാണ് എ.കെ. ശശീന്ദ്രനെതിരെ വന്ന ലൈംഗിക ആരോപണം. 2011-ലെ UDF സർക്കാരിന്റെ കാലത്തായിരുന്നു സരിതയും സ്വപ്നയും അരങ്ങുവാഴുന്ന കാഴ്ച കേരള ജനതയ്ക്ക് കാണേണ്ടി വന്ന അവിസ്മരണീയമായ കാഴ്ചകളിലൊന്ന്. മന്ത്രിയായിരുന്ന കെ.ബി. ഗണേഷ് കുമാറിന് തന്റെ അധികാരം നഷ്ടപ്പെടാനുണ്ടായ കാരണം ഭാര്യ നൽകിയ കേസായിരുന്നു. അതിനുശേഷമാണ് സരിതാ നായരുടെ വെളിപ്പെടുത്തലുകൾ. അത് കേരള രാഷ്ട്രീയത്തിലെ അതികായന്മാരുടെ ഉറക്കം കെടുത്തുന്ന ഒന്നായിരുന്നു. ഉമ്മൻചാണ്ടി, ജോസ് കെ മാണി, കെ.സി. വേണുഗോപാൽ, സ്മാർത്ത വിചാരം പോലെ സരിതയുടെ ലിസ്റ്റ് നീണ്ടുവന്നപ്പോൾ കേരളം നടുങ്ങി. ഉമ്മൻചാണ്ടിയുടെ പ്രതിച്ഛായക്കേറ്റ വലിയൊരു തിരിച്ചടിയായിരുന്നു സോളാർ കേസ്. പിന്നീട് കേസ് ആവിയായപ്പോൾ രാഷ്ട്രീയ എതിരാളികൾ പോലും ഉമ്മൻചാണ്ടിയോട് മാപ്പ് ചോദിച്ചു. UDF കാലത്ത് സരിതയായിരുന്നുവെങ്കിൽ LDF കാലത്ത് അത് സ്വപ്നയായിരുന്നു. ശിവശങ്കർ IAS-ഉമായി അടുത്ത ബന്ധം പുലർത്തിയ സ്വപ്നയുടെ വെളിപ്പെടുത്തലുകൾ കേരളത്തെ നടുക്കിയതാണ്. അന്ന് സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണൻ
മദ്യപിച്ച് അശ്ലീല മെസ്സേജുകൾ അയച്ചതും ധനമന്ത്രി തോമസ് ഐസക് മൂന്നാറിലേക്ക് ക്ഷണിച്ചതുമടക്കമുള്ള നിരവധി കഥകൾ നാം കേട്ടു. കോടതി നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ CPM നന്നായി ട്രോളി വിടുന്നുണ്ടെങ്കിലും ലൈംഗിക അപവാദങ്ങൾ ആ പാർട്ടിയിലും നിരവധി ഉണ്ട് എന്നതാണ് സത്യം. പലതും പാർട്ടി അന്വേഷണത്തിൽ മുങ്ങിപ്പോകുന്നു. സഹപ്രവർത്തകരോട് അപമര്യാദയായി പെരുമാറിയെന്ന ആരോപണത്തിന് വിധേയനായ PK ശശി MLA-ക്കെതിരെയും പാർട്ടി അന്വേഷണമാണ് ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ നടനും MLA-യുമായ മുകേഷിനെതിരെ വന്ന ലൈംഗിക ആരോപണ കേസുകളിലും രാജിവെക്കേണ്ട എന്നായിരുന്നു CPM എടുത്ത നിലപാട്. അതേ പാർട്ടി തന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിക്കായി മുറവിളി കൂട്ടുകയാണ്.